ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സിസ്റ്റർ പ്രസവിച്ചു. അപ്പോൾ ന്യൂ ബോൺ ബേബിയെ കാണാൻ പോകാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് ഈ ഒരു മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്ക് കസ്റ്റമർ പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്ത്. ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ക്ലോത്താണ്. അംബ്രല്ല സ്കേർട്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പും പിന്നെ ഒരു ഓവർകോട്ട്. അങ്ങനെ ഞാൻ ഈ ക്ലോത്തെല്ലാം നിവർത്തി വെച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാൻ നോക്കി. ഇത് ഡാമേജ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് അതാ ഈ ഒരു ഹാങ്ങിങ് ലേസ് ഉണ്ട്. ഇത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാനുള്ളത്, കോട്ടിൻ്റെ സ്ലീവിലേക്ക്. പിന്നെ അളവിനുള്ള ഡ്രസ്സും തന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു പിക്കിലുള്ളത് പോലെ തന്നെയുള്ള ഡ്രസ്സാണ്. സ്കേർട്ടിന് പകരം പ്ലാസ പാൻറ്റ്. അങ്ങനെ ഈ അളവിൻ്റെ ഡ്രസ്സ് തന്നതുകൊണ്ട് നല്ല സിമ്പിളായി കാര്യങ്ങൾ. ആദ്യം ഈ അളവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇതിലത്തെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ആദ്യം ഞാൻ ടോപ്പിൻ്റെ കാര്യങ്ങളാണ് എഴുതിയെടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ലെങ്ത്തെല്ലാം കുറച്ച് കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 8 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് ഓവർകോട്ട് ഞാൻ ഈ കുട്ടി അളവിന് ഡ്രസ്സും കൊണ്ട് വന്നപ്പോൾ ഞാനിത് അവരെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കി. അപ്പോൾ ഇത് നല്ല ടൈറ്റും അതെ. പിന്നെ ഷോൾഡറെല്ലാം ഒരു കെട്ടുന്നത് പോലെയുണ്ട്. അങ്ങനെ ഷോൾഡറെല്ലാം കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെയും ഞാൻ ഈ തിരക്കിൽ എന്ത് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഫസ്റ്റ് ഒരിക്കൽ ഇതിൻ്റെ അളവെല്ലാം ഒന്ന് നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പിന്നെയും ഞാൻ രണ്ടാമതും ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇട്ട് നോക്കുമ്പോൾ നെക്ക് ഇത്ര ഡീപ്പ് വേണ്ട, ഇത് നല്ല വൈഡും ഡീപ്പെല്ലായിട്ടുള്ള നെക്കാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് ശരിയാക്കി. പിന്നെ കോട്ടിൻ്റെ ലെങ്ത്തും കുറച്ച് കൂട്ടാനുണ്ട്, അതും എഴുതിയെടുത്ത്. പിന്നെ വേണ്ടത് സ്കേർട്ട്. ഇത് പാൻറ് ടൈപ്പ്, പ്ലാസ ടൈപ്പ് പാൻറ് ഉള്ളത്. ഇതിനേക്കാളും 2 ഇഞ്ച് ലെങ്ത്ത് കൂട്ടണം. ബാക്കിയെല്ലാം ഇതേപോലെ. അങ്ങനെ ആ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് പിന്നെ ഇത് അംബ്രല്ല ക്ലോത്ത് അതെ ഒരു ഫുൾ ക്ലോത്ത് ഏകദേശം 3 മീറ്റർ ക്ലോത്ത് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഫ്ലോറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ഒറ്റ പീസിൽ തന്നെ സ്കേർട്ടിൻ്റെ കാര്യം കഴിഞ്ഞ് താഴേക്ക് പീസൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് അങ്ങനെ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഇതിലേക്ക് ലൈനിങ് വേണ്ട, അതുകൊണ്ട് കാര്യങ്ങൾ സിമ്പിളായി. പിന്നെ ടോപ്പിന് ഇത് ഞാൻ ടേബിൾ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുള്ളത്. ഇത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഇതിൽ ബാക്കിലേക്ക് ഹുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷൻ സെപ്പറേറ്റ് കൊടുക്കണം. അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബാക്ക് ചെയ്യാറുള്ളത്. ഇത് ഫസ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് അത് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പുറത്തേക്കാക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ എനിക്ക് നെക്കിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് വന്ന്. ഇനി ആ കുട്ടി നെക്ക് വി ആണ് പറഞ്ഞത്, അളവിൽ റൗണ്ട് ഉള്ളത്. അങ്ങനെ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബുക്കിൽ അപ്പോൾ തന്നെ എഴുതി വെക്കും അവരെന്ത് പറഞ്ഞത്. പക്ഷേ വി അല്ല പറഞ്ഞത്, റൗണ്ട് തന്നെയാണ്. അങ്ങനെ അതൊന്ന് കൺഫേം ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തിട്ടായി. ഇനി വേണ്ടത് ഇതിൻ്റെ നെക്കിലേക്കും ഇതിലേക്ക് സ്ലീവ് വെക്കാനില്ല ടോപ്പിലേക്ക്. അപ്പോൾ സ്ലീവിലേക്കുള്ള ഒരു ക്രോസ് പീസ് ഇത് കുറേ ഇങ്ങനെ മടക്കിയത് എത്ര 4-5ഓളം ഞാൻ ഇതേപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത്. പക്ഷേ ഈ 5-നൊന്നും ആവശ്യമുണ്ടായിട്ട് ആകെ ഒരു 3 പീസിൻ്റെ ആവശ്യമുണ്ടായി. അങ്ങനെ ഇതെല്ലാം ഞാൻ തിരക്കിൽ ചെയ്യുന്നുള്ളത്. പക്ഷേ തിരക്കിൽ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും തെറ്റാനും പാടില്ല. പിന്നെ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ മെയിൻ ക്ലോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. ഇത് കോട്ടിലേക്കുള്ളത്. കോട്ടിൻ്റെ സ്ലീവിലേക്ക് ഇതേപോലെ ഹെവി ഡിസൈൻ വരുന്നത്, ബോഡിയിലേക്ക് ഇങ്ങനെയില്ല. അങ്ങനെ ഇത് കട്ട് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കത്രി കൊള്ളുന്നില്ല, ഭയങ്കര ഹെവി വെൽവെറ്റ് ക്ലോത്തും അതെ. പിന്നെ അതിലേക്ക് ഈ വർക്കും കാര്യങ്ങളും വരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ക്ലോത്തിൻ്റെ ഉള്ളിൽ പേപ്പർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം ഇനി ബോഡി കട്ട് ചെയ്യണം. ഇത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെച്ചാൽ മതി, സെപ്പറേറ്റ് പാർട്ടൊന്നും ആക്കണ്ട. ഒരേപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് മിഡിലൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മടക്കി തുന്നിയാൽ മതി. ഇതിനും ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഈ ഒരു പോർഷൻ കോട്ടിലേക്ക് കോളർ വെക്കാനുണ്ട്. അതിനിതാ ഈ ഒരു ഡിസൈന് വരാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് കസ്റ്റമർ കോളർ വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ചെയ്താൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുമെന്ന്. അങ്ങനെ കട്ട് ചെയ്തതെല്ലാം എടുത്ത് വെച്ച് ടോപ്പിൻ്റെ പീസ്, സ്കേർട്ടിൻ്റെ പീസ്. ഞാൻ സ്കേർട്ട് ഇങ്ങനെ മടക്കി ചുരുട്ടി വെച്ചതുകൊണ്ട് ഞാൻ വെച്ചത് ഇത് എക്സ്ട്രാ വേസ്റ്റ് ആയിരിക്കുന്നു.
പക്ഷേ ഇത് സ്കേർട്ടിൻ്റെ പീസായിരുന്നു. പിന്നെ കുറേ ക്ലോത്ത് ബാക്കിയുണ്ട്, അതെല്ലാം എടുത്തിട്ട് കൊട്ടയിൽ നേരെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഏകദേശം അരമണിക്കൂറിൽ ഇത് ലൈനിങ് ഒന്നും ഇല്ലാത്തതിനോണ്ട് എനിക്ക് ഈ കട്ടിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിന്. പിന്നെയാണ് ആ ലേസിൻ്റെ കാര്യം ഓർമ്മയില്ലാത്തത്. ചിലപ്പോൾ തിരക്കിൽ കട്ട് ചെയ്യുമ്പോൾ ലേസ് വെക്കാൻ മറന്നു പോകും. അങ്ങനെ ഇത് മിഷീൻ്റെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വിട്ടു. നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തെല്ലാം ഈ പ്രസവിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾക്ക് നമ്മൾ സ്വീറ്റ്സ് കൊണ്ടാണ് പോകാറുള്ളത്. അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് നേരെ മിസ്റ്റർ ബേക്ക്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മിസ്റ്റർ ബേക്കിലേക്ക് പോയി. പുറത്ത് നല്ല മഴയായിരുന്നു, ഉള്ളിലാണെങ്കിൽ സിയും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ എന്ത് വാങ്ങിക്കണ്ടെന്ന് അറിയുന്നില്ല. അങ്ങനെ ഏകദേശം 10 മണിക്ക് വീട്ടിൽ നിന്ന് വിടണമെന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഇവിടെ ഷോപ്പിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ കുറേ ടൈമായി. പിന്നെ ഡെലിവറി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അതിനോണ്ട് അത്രയില്ല. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫ്രീസർ ഇവിടെ വെള്ളം ഒലിക്കുന്നത് പോലെയുണ്ട് ഡ്യൂ ടു കണ്ടൻസേഷൻ. അങ്ങനെ ആടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ പെറ്റെടുത്ത് പോകുമ്പോൾ ഇതുപോലത്തെ ഫ്രൂട്ടിൻ്റെ പാക്കറ്റ്സാണ് കൊണ്ടുപോകാറുള്ളത്. ആ ഒരു ഷോപ്പിൽ ആപ്പി ഫിസിൻ്റെ ഒറിജിനൽ ഉണ്ടായിട്ടാണ്. അങ്ങനെ പിന്നൊരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് നോക്കിയിട്ട് ആപ്പി ഫിസിൻ്റെ നല്ല ഒറിജിനൽ ബോട്ടിൽസ് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇത് നമ്മൾ പെറ്റെടുത്ത് കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടുന്ന് ഈ വിസിറ്റ് ചെയ്യാനുള്ള കുഞ്ഞിനെ നോക്കാൻ ആൾക്കാർ വരുമല്ലോ, അപ്പോൾ അവർക്ക് ഈ ഓരോരോ ബോട്ടിൽസും കുടിക്കാനുള്ള അതും പിന്നെ സ്വീറ്റ്സും കൊടുക്കലാണ്. അങ്ങനെ ആടുന്ന് അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ കാസർഗോഡേക്ക് വിട്ടു, കേരവൽ ഹോസ്പിറ്റൽ. ചന്ദ്രഗിരി റിവറത്തെ വെള്ളമെല്ലാം അത്ര കലങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ മഴൻ്റെ സമയത്ത് ഈ പുഴയിലത്തെ വെള്ളം ചളിവെള്ളം പോലെയുണ്ട്. അങ്ങനെ അതാ പ്രസ് ക്ലബ് ജംഗ്ഷനിലെത്തിയിട്ടാകുമ്പോൾ ഇവിടെ സിഗ്നലിലും കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കേരവൽ ഹോസ്പിറ്റലിലെത്തി. പണ്ടെല്ലാം നമ്മൾ ഈ ഹോസ്പിറ്റലിനെ പറയലേ കാരവൽ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പോൾ ഈവനിങ്ങിലുള്ള ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, ഉത്തരദേശം ആൻഡ് കാരവൽ. അപ്പോൾ ആ പേര് കേട്ടിട്ട് ആ പേരാണ് ഈ ഹോസ്പിറ്റലിന് ഇട്ടെന്ന് വെച്ചിട്ട് കാരവൽ എന്ന് പറയല്. ഇപ്പോൾ അത് കേരവൽ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയിട്ട് ഡെലിവറി കഴിഞ്ഞിന് സിസ്റ്ററിൻ്റെ ഈ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ ഫസ്റ്റേ ഞാൻ പോയിട്ട് ഉമ്മ ലേബർ റൂമിൻ്റെ അടുത്തുണ്ടായി. ഞാനും അവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്ത്. അപ്പോൾക്ക് സിസ്റ്റർ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന്. പിന്നെ ഞാൻ തന്നെ പോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ റൂമിലേക്കെല്ലാം എത്തി. റൂം നമ്പർ 304. അങ്ങനെ കുഞ്ഞിനെല്ലാം കൊണ്ടുവന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സിസ്റ്ററിനെ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊണ്ടുവന്ന സ്വീറ്റ്സ് എല്ലാം പൊട്ടിച്ച് കുട്ടികൾക്കെല്ലാം നല്ല പൊലിസ് മുട്ടായി തിന്നൽ, ലഡു തിന്നൽ, ഫ്രൂട്ടി കുടിക്കൽ അതെല്ലാം. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻറ്റീനിൽ വന്ന് ഇവിടെ കുറേ സമയം ഫുഡിന് കാത്തു നിന്നു. ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആയതുകൊണ്ട്. കൂടെയുള്ളവരെല്ലാം ബിരിയാണിക്ക് ഓർഡർ ചെയ്തു, ഞാൻ ചോറിന് ഓർഡർ ചെയ്തു. എന്തോ എനിക്ക് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത് അത്ര ഒരു ഇഷ്ടപ്പെടലില്ല. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനതാ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ചോറെത്തി. ചോറിനും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും അതിൻ്റെ കറികളെല്ലാം കിട്ടാനും പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബിരിയാണീൻ്റെയൊക്കെ അച്ചാറും ഈ തൈര് സാലഡും ഉണ്ട്. അങ്ങനെ കുറേ സമയം വിശന്ന് ക്ഷമിച്ചിട്ടിരിക്കുമ്പോൾ മീൻ്റെ കറി എത്തി. 2 ബൗളിൽ മീൻ കറി കൊണ്ട് തന്ന് പിന്നെ അതിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളെല്ലാം. ഇതിലേക്ക് സ്പൂണില്ല, ഇതൊരു പരന്ന ബൗൾ. അത് ഇന്നെങ്ങനെ ഞാൻ ഇതിലേക്ക് എടുത്തു. പിന്നെ കൈ കൊണ്ട് തന്നെ കറിയെല്ലാം കോരി എടുത്തിട്ടിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. ഇത്രയായപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡ് ആവാനായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചാർജർ കൊണ്ടുവരാനും മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫുഡിൽ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബായ്.